എടുത്താ ഞങ്ങൾ ആക്ച്വലി ഇന്നൊരു ട്രിപ്പ് പോവാണ്, ഷോർട്ട് ട്രിപ്പ് ആക്ച്വലി. സ്റ്റോൺ ഹെഞ്ചും ബാത്തും പോവാണ്. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു പോണം എന്ന്. പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം. കാരണം ഇത്ര അടുത്തായിട്ട് നമ്മൾ പോവാതിരുന്നാൽ ശരിയാവത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ ടിക്കറ്റ്സ് ഒക്കെ നേരത്തെ ബുക്ക് ചെയ്തു, 1 month ബിഫോർ ബുക്ക് ചെയ്തു. ആൻഡ് 9 o'clock ഞങ്ങൾ ബർമിംഗം എത്തണം. ഞങ്ങളിപ്പം ഇവിടെ സ്റ്റേഷനിൽ നിൽക്കുന്നേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് ഓക്കെ. 8:03 ട്രെയിൻ, 7:45 ആയി. സോ ആൻഡ് എന്റെ ബ്രെയിൻ ഒട്ടും വർക്ക് ആവുന്നില്ല. ഇപ്പൊ ഞാൻ പോയി ഒരു കോഫി മേടിച്ചു. കോഫി അല്ല, ആക്ച്വലി ഞാൻ നോർമലി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാണ് മേടിക്കുന്നത്. അവിടെ ചെന്ന് നിന്നിട്ട് ഞാനാണെങ്കിൽ അയാളോട് ലാറ്റെ വേണം വിത്തൗട്ട് മിൽക്ക്. ലാറ്റെ ഈസ് ബേസിക്കലി എ കോഫി മോർ മിൽക്ക്. And he was asking, is it that same? Then I was like, I want hot water with tea bag. Then he's like, that's tea. And I'm like, yeah, I want tea. I should have asked breakfast tea without milk. ഇന്നലെ മുതൽ എന്റെ ബ്രെയിൻ വർക്ക് ആവുന്നില്ല ബേസിക്കലി. I hope my brain gets to keep working after the show. Let's see. ചിരിക്കാതെ sad. ട്രെയിൻ ക്യാൻസൽ ആയി. സോ ഞങ്ങളപ്പോ തന്നെ ക്യാബ് പിടിച്ചു. കാരണം ഞങ്ങൾ കറക്റ്റ് ടൈമിലുള്ള ട്രെയിനാണ് ബുക്ക് ചെയ്തത്. അത് പിടിക്കാനായി ഞങ്ങൾ ലേറ്റ് ആയി. അത് ഡിലേ ആയതുകൊണ്ട് നമ്മൾ എത്തി എന്നുള്ളൊരു സന്തോഷത്തിലൊക്കെ നിൽക്കുകയായിരുന്നു. ബട്ട് ട്രെയിൻ ലേറ്റ് ആയി. ആൻഡ് ട്രെയിൻ ഇഷ്യൂ കാരണം ഇതായി. പിന്നെ ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്യേണ്ടി വന്നു. സോ ഞങ്ങൾ ടൈമിനെത്തും എന്ന് പ്രതീക്ഷിക്കാം. ഞങ്ങൾക്ക് ബസ് കിട്ടി. ഞങ്ങള് ബസ്സിൽ കയറി. എല്ലാവരും ചായം കടിച്ചിരിക്കുവാണ്. ടിക്കറ്റ് ചെക്ക് ചെയ്തു. ഇനി 5 പേര് വരാനുണ്ടെന്ന്. സോ 5 പേര് വരാനുള്ളത് കൊണ്ട് നമ്മള് ഇവിടെ ഇപ്പൊ വെയിറ്റ് ചെയ്യുവാണ്. ലെറ്റ്സ് സീ എവിടം വരെ പോകുന്നു. ഒരു ലേഡി ടൂർ ഗൈഡാണ്. മുട്ടായി കിട്ടി. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. സോ കുറച്ച് ദൂരത്തിലെത്തും തോന്നുന്നു. ലൈക്ക് 1 hour നമുക്കൊരു സ്റ്റോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ 2 hours പിന്നെ ട്രാവൽ ചെയ്യണം. സോ ബാത്റൂം ബ്രേക്കിൽ നിർത്തി. ബട്ട് ഞങ്ങൾ അവർ വാഷ്റൂം പോയി. ഞാൻ എന്തെങ്കിലും ഫുഡാൻ കിട്ടുമോ എന്ന് നോക്കട്ടെ. ചിക്കൻ റോളും എഗ് സാൻഡ്വിച്ചും മേടിച്ചു ഞാൻ. പിന്നെന്താ സ്റ്റാർട്ടായി. എത്തി ഞങ്ങള്. വയ്യ എന്തോന്ന് വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെ. ബട്ട് ഇറ്റ്സ് ലൈക്ക് എ ചൈൽഡ്ഹുഡ് ഡ്രീം ടു സീ സ്റ്റോൺ ഹെഞ്ച്. എത്തിയിട്ട് ഇത് ഞാനും അനു മാത്രമേ പോകുന്നുള്ളൂ. അവര് 8 പേരും വരുന്നില്ല. ദിവ്യയും ചക്കരയും വരുന്നില്ല. സോ ഞാനും അനുവും കൂടെ പോയി ഞങ്ങൾ ഓൾറെഡി എന്താണെന്ന് നോക്കിയിട്ടൊക്കെ വരാം. അവർ ഓൾറെഡി പോയിട്ടുള്ളതുകൊണ്ട് അവർ വരുന്നില്ല. വണ്ടിയിലിരുന്ന് ഓൾമോസ്റ്റ് ഞാൻ ബോധം കിടന്നു എഴുന്നേക്കുന്നു. BP ഒക്കെ കുറഞ്ഞാണെന്ന് തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇപ്പോ ബെറ്റർ. ദിവ്യ gave me an orange. എനിക്കും തരും. I guess orange might have saved me. നോക്കാം ഇന്ന് ജീവനോടെ എപ്പം എങ്ങനെ വീട്ടിലെത്തും. നോട്ട് ഓവർ എക്സാജറേറ്റിംഗ്.
Excited to see Stonehenge. തുടങ്ങിയ ദിവസം ഇറങ്ങിയ ദിവസമേ കൊള്ളൂലെന്ന് തോന്നുന്നു അറിയത്തില്ല. കുഴപ്പമില്ല, സ്റ്റിൽ ഒപ്റ്റിമിസ്റ്റിക്. ആൻഡ് മഴയുള്ള ദിവസം പോലെ ഉണ്ട്, പക്ഷെ ദാറ്റ് ഈസ് എ ഡിഫറെന്റ് വൈബ് ഓൾ ടുഗദർ. ഞങ്ങള് കൊച്ചിറങ്ങി, ഞങ്ങള് സ്റ്റോണേഞ്ച് കാണാൻ പോകുന്നു. അങ്ങനെ സ്റ്റോൺഹെഞ്ച് കാണാനായിട്ട് എത്തി. എൻ്റെ ഭയങ്കര ഒരു ചൈൽഡ്ഹുഡ് ഡ്രീമായിരുന്നു സ്റ്റോൺഹെഞ്ച് കാണാൻ പോവുക എന്നുള്ളത്. എക്സാജറേറ്റ് ചെയ്യുന്നില്ല. പണ്ട് ഈ ക്ലാസ്മേറ്റ് നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇത് ഒരു തവണ വന്നായിരുന്നു, വാൾപേപ്പർ പോലെ. അപ്പോൾ ആ സമയത്ത് ഇതെന്താ ഇങ്ങനെ, അതിനെപ്പറ്റി ജസ്റ്റ് വായിച്ച് തുടങ്ങിയപ്പോഴേക്കും മനസ്സിലായത് ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് ആൾക്കാർ ബിൽഡ് ചെയ്തൊരു മോണുമെൻ്റ് അല്ല, ഒരു പീസ് ഓഫ് ആർട്ട് പോലെ. അതെന്തിനാന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അപ്പോഴേ ഒരു ആഗ്രഹമായിരുന്നു. ഓക്കെ, ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളത് സീരിയസ്ലി മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അത് നേരിട്ട് കാണാൻ പറ്റി എന്ന് പറയുന്നത് ഇസ് ലൈക്ക് എ വെരി ബിഗ് തിങ് ഫോർ മീ. അത് ഭയങ്കര ഡ്രീം കം ട്രൂ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. പാരീസ് പോയിട്ടുണ്ട്, റോം പോയിട്ടുണ്ട്, അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും മേ ബി അതിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ സ്റ്റോൺഹെഞ്ചിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കുഞ്ഞിൽ. അപ്പോൾ ദാറ്റ്സ് ഹൗ I felt so magical visiting Stonehenge. Part of history, 5,000 years monument. Monument. ഞങ്ങള് കുറെ കൂടി പറഞ്ഞ് ഇതുവരെ എത്തി. ഇനി അങ്ങോട്ട് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ നടന്ന് തന്നെ പോകണം. തിരിച്ച് വന്നപ്പോൾ ബസ്സിലാണ് ബട്ടിയാ. പച്ചപ്പരവതാനി, ഫുൾ പച്ചപ്പരവതാനി. ആൻഡ് us walking towards Stonehenge. അവർക്ക് വരാൻ പറ്റിയില്ലല്ലോ, അവർക്ക് വരണ്ടായിരുന്നു. So they just took the long route and came for just a selfie. You guys came in search of us. They separated us with this dude. Yeah, they can't. Which is final Stonehenge. ഇവിടെ എത്തി. ഇനി ഇവിടെ വിസിറ്റേഴ്സ് സെന്റർ ഉണ്ട്, സുവനീർ മേടിക്കണം. അവര് വരുന്നേ ഉള്ളൂ. അവിടെ പോയി എന്നിട്ട് എന്തിനോ തിരിച്ചു പോവേണ്ടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു പോയി. സംഭവം കഴിഞ്ഞിട്ട് തിരിച്ച് ഇനിയിപ്പോൾ നടന്ന് വരുന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ മേടിച്ച് വെക്കാം എന്നുള്ളൊരു പ്ലാനിൽ നോക്കട്ടെ.
എന്തോ ഒരു പേസ്റ്റിയാണ്, കോളിഫ്ലവർ ചിക്കി പേസ്റ്റി. ഓ, ഇത് വെച്ച് കഴിക്കാൻ വെള്ളം. This is fruit scone. ജാം ഉണ്ട്. This is also good. ഞാൻ ഇത് ചെറിയ സാധനമായിരുന്നു. ഇതെങ്ങനെ എടുക്കും? ഇങ്ങനെ കൊണ്ടുപോകാനാ? കഴിച്ചിട്ട് അവരിപ്പോ വരുമല്ലോ. രണ്ടുമണിയാ? This is chicken and naan. അഫ്സിന്റെ ഒരു ഫില്ലിങ് പോലെ. ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. എന്റെ ഇപ്പൊ ബസ്സിലോട്ട് പോകുന്നെങ്കിൽ 10 minutes കൂടെ ഉള്ളൂ. ഇത് നമ്മള് ലേറ്റ് ആയിട്ട് അവര് ലേറ്റ് ആവണ്ട. സോ ഇനി 2 പേരും ഇവിടെ വരാനുണ്ട്. സോ ഞങ്ങള് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഞങ്ങള് ബാത്തെത്തി. ബാത്തിൽ നല്ല മഴയുണ്ട്, പക്ഷെ നല്ല ഭംഗിയുണ്ട് സിറ്റി. നമ്മൾ ന്യൂയോർക്ക് പോലത്തെ ഒരു വൈബ് ന്യൂയോർക്ക് ഫുൾ കാണാൻ പറ്റില്ല. പക്ഷെ ബാധ്യത്തോടെ കണ്ടിട്ട് നമ്മൾ വളരെ സ്ഥലം പാരീസിൻ്റെ ഒരു വൈബില്. This is the Roman bath. If you see the people over there. അയ്യോ, കണ്ണിക്കുത്തി എന്ത് തോന്നുന്നു. നല്ല തലവേദന എടുക്കുന്നു, പക്ഷെ വന്നതുകൊണ്ട് നമുക്ക് കാണണം. പക്ഷെ കൊള്ളാം, സൂപ്പർ സ്ഥലം. ലൈക്ക് ഒരു വിക്ടോറിയൻ ഇംഗ്ലണ്ട് വൈബ്സ് ഒക്കെ. പാരീസിന്റെ ഒരു വൈബില്ല. നമ്മൾ 2 ദിവസം പോയ ഞാൻ ബെൽജിയത്തിൽ പോയതിന്റെ ഒരു വൈബ് ഉണ്ടായിരുന്നു. സെയിം ഓൾമോസ്റ്റ് ഇങ്ങനെയാണ് അവൾ പോയിട്ട്. എല്ലാരും പോയി, ഞങ്ങൾ മാത്രം റോമൻ ബാത്തിന്റെ ടിക്കറ്റും പൈസ കൊടുത്തെടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. കിട്ടിയല്ലോ ഫൈനൽ. ആരുടെ അടുത്ത് പറഞ്ഞിട്ട് വന്നേ ഉണ്ടായിരുന്നുള്ളൂ ആ പാട്ട് കൊള്ളാന്ന്. റീൽ ആരുടെയാന്നറിയോ? ഞാൻ ഇന്നലെ കണ്ടതാണ്. കൊള്ളാല്ല, സൂപ്പർ ഡാൻസ്. എനിക്ക് അതും ഇഷ്ടപ്പെട്ടു, പിന്നെ ഇതും ഇഷ്ടപ്പെട്ടു. ഏതെന്നാ ഫാദിന്റെ ദുപ്പട്ടവാലി. ഇന്ന് പോയിട്ട് റോമൻ ബാത്തില് നിൽക്കുകയാണ്. കൊള്ളാം, നല്ല സ്ഥലം. സമയമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഓടിക്കാണാനായിട്ടുള്ളൊരു പരിശ്രമത്തിലാ. പക്ഷെ കൊള്ളാം, ഒരു യൂറോപ്യൻ എന്താ ഗൈഡ് ആക്ച്വലി. സോ ഇതില് നമ്മളിപ്പോൾ ഒരു പ്ലേസിന് ഫ്രണ്ടിൽ പോകുമ്പോൾ ഒരു നമ്പർ കാണും. ആ നമ്പർ ഇതിൽ എൻ്റർ ചെയ്ത് ഓക്കെ പ്രസ് ചെയ്താൽ ആ പ്ലേസിന്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യം അതിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. സോ അവിടെ ഫുൾ മ്യൂസിയം കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ടിക്കറ്റിൻ്റെ പാർട്ടായിട്ട്. അപ്പോൾ അവരുടെ ആ ഒരു ലൈക്ക് 1500 നിയർലി അത്രയും ഇയേഴ്സ് ബാക്കായിട്ടുള്ള എല്ലാ സാധനങ്ങളും
എല്ലാ സാധനങ്ങളും എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ അവർ എക്സ്കവേറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ കോർട്ട്യാർഡ് പോലെയൊക്കെ ഇപ്പം കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ തന്നെയാണ്. ബട്ട് അതെല്ലാം അവർ നന്നായിട്ട് മ്യൂസിയമിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പഴയ കാലത്ത് 2000 ഇയർ ബാക്കായിട്ടുള്ള സെയിം സാധനങ്ങൾ തന്നെ. അപ്പം ഞങ്ങളതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഈ ഓഡിയോ പ്രോംപ്റ്റും കേട്ടുകൊണ്ട് ഞങ്ങളത് ഫുൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ അണ്ടർ വാട്ടറിൽ നിന്ന് വരുന്ന ഹോട്ട് സ്പ്രിങ്സ് ആണ്. അപ്പം UK അത് വളരെ കാണാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇത്രയും തണുപ്പുള്ള ക്ലൈമറ്റിലെ ഈ ഒരു ഹോട്ട് സ്പ്രിങ്സ് ഒക്കെ ഇപ്പം ഐസ്ലാൻഡിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഫുൾ ഹോട്ട് സ്പ്രിങ്സ് അങ്ങനെയുള്ള ഒരെണ്ണം ഈ ബാത്തിൽ അവർ കണ്ടുപിടിച്ച് അതിന് ചുറ്റും അവരത് ഹോട്ട് ടബായിട്ടൊക്കെ കെട്ടി അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് റോമൻസ്. കഴിഞ്ഞു. അങ്ങനെ റോമൻ ബാത്ത് കഴിഞ്ഞു. സോ 4:30 ആയി. ഞങ്ങൾക്ക് 6 o'clock വരെ സമയമുള്ളൂ. 1.5 hour കൂടെ ഉണ്ട്. സോ അതിന്റെ ഇടയിൽ കാണാനുള്ള സാധനങ്ങളെല്ലാം കാണണം, കണ്ടു തീർക്കണം. ആൻഡ് ഒരു മാഗ്നറ്റ് മേടിക്കണം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടികളേ ഉള്ളൂ. പക്ഷെ ഭയങ്കര വൈബ്രന്റ് സിറ്റി. ഫസ്റ്റ് ടൈം ബാത്ത് വരുന്ന ബാത്ത് ഇസ് പ്രിറ്റിന. ഒന്ന് മേടിക്കുക, ചോക്ലേറ്റ് മേടിക്കുക. എന്തുവാ കഴിക്കുന്നേ? കുക്കി. കുക്കി കഴിക്കാൻ വാങ്ങാൻ പോയി. ഞാൻ പറഞ്ഞു കുക്കി, പിസ്താഷ്യോ കുക്കി. ഇറ്റ് ടേസ്റ്റ് സോ ഗുഡ്. ഇതൊന്ന് തരൂ. ഓരോ ഹൗസ് ദ കുക്കി ഗൈസ്? അത് വൺസ് ഇൻ എ വൈൽ നമ്മൾ സ്വീറ്റ് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ചെയ്യണം. ഇല്ലെങ്കിൽ ജീവിക്കുന്നതിനൊരു അർത്ഥമില്ല. ഇനി നാളെ മറ്റന്നാളെ പോയി ഇത് ഡയറ്റെടുത്ത് കുറച്ചാൽ മതി. പക്ഷെ ഇത് കഴിക്കാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ജീവിക്കുന്നത്? ഇങ്ങനെയാണോ കഴിക്കേണ്ടത്? Feed me, please. Pistachio, don't melt ആയിട്ട് എക്സ്പ്രഷൻ നോക്ക്. So now we are basically going to see a bridge. Derek a full point. So yeah, I did that. Totally have to cross the road and all. Required 4:44 ആയി. 6 o'clock ഇവിടെ തന്നെ വരണം. So yeah. ഇവിടെ എന്തോ മാച്ച് നടക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് പ്രൊജക്റ്റഡ്. ഒരു ബോട്ട് തിരിച്ചടി അവര്. അതാണ് that might be the
ഞങ്ങളിപ്പോ നടക്കുവാണ്. ജെയിൻ ഓസ്റ്റൻ പാർക്ക് വരെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയില് വാക്കിംഗ്. സോ നൈസ് വെദർ. ഒത്തിരി ആൾക്കാരുണ്ട്. ഇറ്റ്സ് എ വെരി ക്രൗഡഡ് പ്ലേസ് എന്ന് തോന്നുന്നു. ഞങ്ങളവിടുന്ന് മാളി കയറി. ഇനി കുറച്ച് നടക്കണം. ജെയിൻ ഓസ്റ്റൻ പാർക്ക് പോവാം എന്ന് പറയുമ്പോ പറ്റിയില്ല, അവയില്ല. ഇനി തിരിച്ച് കറങ്ങി അവിടെ പോയേണ്ടി വരും. നടന്ന് തളർന്ന് ഞങ്ങള് പാർക്കിൽ വന്നിരിക്കുവാണ്. 5:30 കഴിഞ്ഞു. 6-നാണ് ബസ്. ഇവിടെ നിന്ന് മുകളിൽ അവിടെ കയറിപ്പോയാല് അവിടെയാണ് ബസ് വരുന്നത്. സോ ഞങ്ങൾ കവർ ചെയ്തു. ഈ മരത്തിലെ ഒരു കായാണ് ഈ കാ. എന്ത് കാന്ന് പറഞ്ഞോടാ, ഞാൻ കുറച്ച് ട്രൈ ചെയ്ത് നോക്കി. ലൈക്ക് കടിച്ചിട്ടില്ല. സിംപ്ലി ആപ്പിളിന്റെ ഒരു ടെക്സ്ചർ ഉണ്ട്, പക്ഷെ ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ വിശക്കായാണെങ്കിലും. സോ നേരം അവിടെ ഇരുന്നോ, ഒന്ന് റിഫ്രഷ് ആയി. 5:45 ആയി. അപ്പൊ ഞങ്ങള് അവിടെ പോയി നിക്കാന്ന് വിചാരിച്ചു. 6 o'clock-നാണല്ലോ ഞങ്ങളുടെ ട്രിപ്പ് തിരിച്ചു പോകുന്നത്. എന്തോ കോമഡി ഒക്കെ വരുന്നുണ്ട്. നല്ലോണം കോമഡി ആയിരിക്കും. ബസ് കയറി. ഞങ്ങൾ 10 മിനിറ്റ് നേരത്തെ വന്നു. നോക്കിയപ്പോ എല്ലാരും ഒന്നും മുന്നേ വന്നു. ഇപ്പൊ എടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സേഫ് ആയിട്ട് തിരിച്ചെത്തി. ബർമിംഗം എത്തി ആക്ച്വലി. പ്രാർത്ഥിക്കുന്നേ. ഹലോ, അങ്ങനെ തിരിച്ചെത്തി. ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ട്രിപ്പ് ആക്ച്വലി. ബാത്തും സ്റ്റോണേജും കുറേ നാളായിട്ട് പോവാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ലാസ്റ്റ് അത് സംഭവിച്ചു. അടുത്ത് കിടന്ന സ്ഥലം കാണാൻ പോയില്ല. എന്താണ് അത് നല്ലൊരു പ്ലേസ് ആണ്, നല്ല സിറ്റി ആയിരുന്നു. വീഡിയോസിലൊക്കെ കണ്ടാണല്ലോ. സോ ഇറ്റ് വാസ് എ വെരി നൈസ് പ്ലേസ്. ആൻഡ് ഇന്ന് ടൂർ ഗൈഡ് കുറച്ച് ലാഗായിരുന്നു. നമുക്കതങ്ങ് ഇതായില്ല, രജിസ്റ്റർ ആയില്ല. കാരണം നമ്മളത്തെ കുറെ ടൂർ ഗൈഡ്സിനെ കാണുമ്പോൾ നമ്മൾ സ്വീറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഇത് കുറച്ചൊരു തോന്നി, ഒരു സസ് പോലെ. വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ പോകുന്ന സമയത്ത് കുറച്ചൊന്ന് ലൈക്ക് മോഷൻ സിക്നസ് പോലെ വന്നു. ബട്ട് ദാറ്റ് വാസ് ഓൾസോ ഓൾ റൈറ്റ്. പണ്ട് കുഞ്ഞിലെ നമ്മള് ഈ മറ്റേ നോട്ട്ബുക്കിന്റെ ഫ്രണ്ടിലൊക്കെ കാണുന്ന സ്റ്റോണേജ് അവസാനം നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമില്ലായിരുന്നു. ദാറ്റ് ഹാപ്പൻഡ്. ദാറ്റ് ഷോഡ് എവരിതിങ് ഗോഡ്സ് ഗ്രേസ്, അല്ലെങ്കിൽ എന്താ യൂണിവേഴ്സിറ്റി ഗ്രേസ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറയില്ലേ. നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മളിങ്ങനെ നമ്മൾ ഡ്രീം ചെയ്താൽ നമ്മള് നമ്മൾ അതുപോലെ വർക്ക് ചെയ്യുന്നൊന്നല്ല, നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു ഇതിലോട്ട് എത്തും എന്നുള്ളൊരു ഹോപ്പ് സ്റ്റിൽ എനിക്കുണ്ട്. അങ്ങനെ സ്റ്റോണേജ് കണ്ടു. അതാ ഞാൻ പറഞ്ഞത്, സ്റ്റോണേജ് കണ്ടു. ബാത്ത് ഞാൻ കേട്ടിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. ആൻഡ് അതും പോവാൻ പറ്റിയെന്ന് ഇവിടെ വന്നതിന് ശേഷം എന്നല്ല, കുഞ്ഞിലെ എന്ന സമയത്ത് അങ്ങനെ നമ്മൾ അധികം കേട്ടിട്ടുള്ള ഒരു പ്ലേസ് അല്ലായിരുന്നു ബാത്ത്. ബട്ട് ഇവൻച്വലി ഇപ്പൊ കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പ്ലേസസ്. ഇന്ന് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞാൻ വെറുതെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ട്രംപിന്റെ ന്യൂ ഇത് കണ്ടു. വിസ ഫീസ് എക്സ്റ്റെൻഡ് ചെയ്തു H1B-യുടെ. അതിന് എവിടെ കാര്യമൊക്കെ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നു കാണാം. കാരണം ലോഡ് ഓഫ് ആൾക്കാരുടെ മെന്റൽ പീസിനെ തകർക്കുന്ന ഒരു കാര്യമായി വിസ പ്രോബ്ലംസ്. ഞാനും ഇതുപോലെ വിസ പ്രോബ്ലംസിന്റെ ഇടയിൽ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നാളെ എന്താവും അല്ലെങ്കിൽ മറ്റന്നാൾ എന്താവും, ഇന്ന് അവരുടെ ഉറക്കം കിടത്തുന്നു എന്നുള്ളതിലാണ് കാര്യം.
ആൾക്കാരുടെ മെന്റൽ പീസിനെ ഇവരെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്ന പോലെ തിങ്ക് ത്രൂ എ ലോട്ട് ഓഫ് ഡിസിഷൻസ് ബിഫോർ ടേക്കിംഗ് എന്ന് തോന്നും. മേ ബി US നല്ലതിന് വേണ്ടി അയാൾ നോക്കുന്നു എന്നതാവും. പക്ഷെ എല്ലാവർക്കും ബെറ്റർ ആയിട്ട് നിൽക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ലോട്ട് ഓഫ് തിങ്സ് ആർ ചേഞ്ചിങ് എവറി ഡേ. സോ അതുകൊണ്ട് അതിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ഭയങ്കര സ്പെക്ടേറ്റേഴ്സ് ആയിട്ട് കണ്ടോണ്ടിരിക്കുക. എന്നാ നമുക്ക് പണി കിട്ടുന്നതെന്ന്. ബട്ട് അൺടിൽ ദെൻ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കാം. അതൊക്കെ തന്നെ. അതിന് ഇന്നത്തെ ട്രിപ്പ് കൊള്ളായിരുന്നു. അതും കണ്ടു, സ്റ്റോണേജും ബാത്തും കണ്ടു. സോ ഹാപ്പി. നെക്സ്റ്റ് ഇനി എവിടെയാണെന്ന് നോക്കാം. ബൈ, ഗുഡ് നൈറ്റ്.